ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ, നിങ്ങളിൽ വാഴട്ടെ, എന്നീ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശിൽ പ്രശസ്തരുമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇതൊക്കെ തന്നതിനായി നന്ദി അങ്ങ് പറഞ്ഞേനെ. ഇതൊക്കെ വന്നു ചേർന്നോളൂ. അല്ലാണ്ട് ലോകത്ത് അവിടെ ആ കൊച്ചു കഞ്ചാവ് അടിച്ചു, ഇവിടെ അത് കണ്ടു, അവർ കൊല്ലണു, ഇതൊന്നും നമ്മുടെ ചിന്തയിൽ വരുവോ വേണ്ട, പറയുകയോ വേണ്ട, ചർച്ചയും ചെയ്യണ്ട. നമ്മളെപ്പോഴും യേശുപ്പം തരുന്ന ദൈവരാജ്യവും സമാധാനവും നമ്മുടെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ പ്രശസ്തരാകണതും നമ്മൾ സമ്പൽ സമൃദ്ധിയായി നിറയണതും നമ്മുടെ കരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും, ഇങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി. ലോകത്തെ കാര്യങ്ങൾ ചർച്ചയും ചെയ്താൽ ചിന്തിക്കണ്ട. ഞാൻ എന്ത് കണ്ടാലും സ്വപ്നമൊക്കെ കണ്ട് വെറുതെ എന്തിനാ നമ്മൾ. യോഹന്നാൻ 15:7 പറയുക, നിങ്ങൾ എന്നിൽ, യേശുമ്പരാൻ്റെ വാമൊഴിയാ പറഞ്ഞാട്ടോ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, യേശുവാണ്. വചനം എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തേലും അപേക്ഷിപ്പിന്, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യേശു എന്ന് പറയുന്നത് നമ്മൾ ഈ വസിച്ചാൽ നമുക്കുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വചനം പാലിക്കുന്ന ദൈവജനായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ സർവ്വ നന്മയാലും. അപ്പോൾ വചനത്തിൽ ഫോക്കസ് ചെയ്യുക. ദൈവം എന്ന് പറയുന്നത് വചനമാണെന്ന് വിശ്വസിക്കുക. നമ്മൾ മനുഷ്യരുണ്ടാക്കണ ഒരു പ്രതിമയൊന്നും ഒരിക്കലും ദൈവമാവില്ല കേട്ടോ. ഒരു കുരിശുണ്ടായിട്ട് അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആ കുരിശിന് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് പറയണത് ഇങ്ങോട്ട് മറുപടി കേൾക്കണ്ടേ. അപ്പം ബൈബിൾ വായിക്കുക, വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. ഈ സ്റ്റഫ് കണ്ടോ, ഇതിൻ്റെ തുണി ഇങ്ങനെ ഈ പട്ടപ്പടാ തുണിയല്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ് തുണി. ഡോളോ സിൽക്ക്, റോമൻ സിൽക്കോ ഡോളോ സിൽക്കോ അങ്ങനെ ഒറിജിനൽ സിൽക്കിലാട്ടോ. ഇത് ഭയങ്കര ഗ്രാൻഡാണ്. 2499. അടിപൊളി സ്റ്റഫാട്ടോ. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നത് ഇതാ ബ്ലൗസ് പീസ്. നല്ല സാരിയാണ്. 2499. ഇപ്പോഴത്തെ ഫങ്ഷനൊക്കെ നമുക്ക് ഈ കാഞ്ചീപുരം, പഴയ കാഞ്ചീപുരം കൊടുക്കണേക്കാളൊക്കെ നല്ലത് ഒരു അപ്ഡേഷൻ കുറഞ്ഞ സാരി ആയാലും ഇതൊക്കെ മതി. ഇതിലാണ് രസം. നിങ്ങൾ കല്യാണമൊക്കെ ചെല്ലുമ്പോൾ നോക്കിയേ, ഇപ്പോൾ പഴയ സാരി നമുക്ക് ബ്ലൗസ് പീസ് സഹിതം തയ്ച്ചൊക്കെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഇതെല്ലാം പുതിയ അപ്ഡേഷൻ എടുക്കുമ്പോൾ ആ വിലയും കുറവാണ്. അതാണ് നമുക്കൊരു ഗ്ലാമർ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നത് ഒന്നാമത് ഇതേ കൂച്ചിക്കുട്ടി പിടിച്ച എത്രയേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണേ. അത് കാരണം ഞാനിത് എടുത്തത് തന്നെ. അതെ, ആ മെറ്റീരിയൽ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഇങ്ങനെയൊക്കെ ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നത് പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോല്ലേ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കും. ഓണത്തിനും ക്രിസ്തുമസിനും ഈസ്റ്ററിനും കൊടുക്കണ ഒരു സാരി നിസ്സാര വിലയ്ക്ക് തന്നാലോ. ഈ ബനാറസ് സാരിക്ക് കണ്ടിട്ട് എത്ര രൂപയുണ്ട്? ഒരു 2199 കുഴപ്പമില്ലല്ലോ. എന്നാൽ പക്ഷേ വെറും 1199 രൂപ എന്നാൽ മതി. 1000 ഓണത്തിൻ്റെ വക ഡിസ്കൗണ്ട്. ഇതേ ബ്ലൗസ് പീസ് വന്നത് സെയിം റണ്ണിങ് ആണോ? ബ്ലൗസ് എന്നാ വന്നെ? സെയിം റണ്ണിങ്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ മദ്രാസ് ചെക്കോ, ഞാനൊക്കെ മദ്രാസ് ചെക്കിൻ്റെ ബ്ലൗസ് തയ്ച്ചേക്കണം, ഏത് വേണേലും ഇടാം. അതിൻ്റെ സിൽവറും ഗോൾഡനും 1199 ഉള്ളൂ കേട്ടോ. 2199 ലുക്കും ഉണ്ട്. 1000 രൂപ ഓണം വക ഡിസ്കൗണ്ട്. ഇനി ഇത് കണ്ടോ, ഇതെല്ലാം പുതിയ ഓണത്തിൻ്റെ സംഭവങ്ങളാട്ടോ. ഇതെത്രയാ? നല്ല രസം. മൽച്ചന്തേരി അല്ല മൽക്കോട്ടൻ ആട്ടോ. മൽക്കോട്ടൻ സാരി 899. ഇത് ചെക്കിൻ്റെ മൽക്കോട്ടൻ. ഇത് നമുക്ക് ഇതിന് നല്ലതാണേ. ഇത് കൂട്ടിന് മദ്രാസ് ചെക്കിൻ്റെ കൂടെയൊക്കെ ഇടാം. നോക്കിക്കേ എന്ത് രസം നോക്കിക്കേ അതിൻ്റെ സ്റ്റഫ്. ഇതിൻ്റെ ടാസൽസ് ഇങ്ങനെ ഓരോ കളർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടാസൽസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ
ടാസിൽസ് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. ഇതൊക്കെ മൽക്കോട്ടൺ ആയത് കാരണം മൽച്ചന്തരി എന്ന് എപ്പോഴും വന്നെ. മൽക്കോട്ടൺ ആയത് കാരണം പെട്ടെന്ന് പെയ്ത്തോണം മൽക്കോട്ടനാട്ടോ ചോദിച്ചു വന്നത്. ഇങ്ങനെ എനിക്ക് ഈ മുന്താനി മാത്രം ഇങ്ങനെ പിടിച്ചു തരാണ്ട് രണ്ടുകൂടെ ചെക്കൂടെ കാണണ്ടേ ഫോട്ടോയിൽ, അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കൂലേ. ഇങ്ങനെ സൂപ്പറാണ്. ഇതിൽ ഗോൾഡൻ തന്നെയാട്ടോ. ഇത് കണ്ടാൽ നിങ്ങളൊന്നും എന്നോട് വിരോധം തോന്നുന്നരുത്. ഞാൻ സത്യത്തിൽ നമ്മുടെ 2000 സാരിയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നാ. ഇവിടെ വന്നപ്പോൾ അവരോട് ഞാൻ പറയാം, നിങ്ങൾ നമ്പർ നോക്കി വെച്ചത് തെറ്റിപ്പോയി നമ്മൾ ബില്ലിടാൻ നേരത്തെ. പക്ഷെ അല്ല, അത് നമ്മളൊരു ഓർഗൻസ പോലത്തെ മെറ്റീരിയലായിരുന്നു. നടുക്കത്തെ മെറ്റീരിയലിൻ്റെ വ്യത്യാസമാണ്. സെയിം ഇത് ഏറ്റവും നല്ലൊരു സാധനം ഇറങ്ങി അപ്പം എൻ്റെ റിപ്ലൈക്ക് ഇറങ്ങിയത് കൊണ്ടുവന്ന് നന്നായി. അല്ലെങ്കിൽ പറയും ഈ സാധനം ഇപ്പോൾ വീഡിയോ കണ്ട സെയിം. അവരൊന്നും വിശ്വസിച്ചില്ല. ആ 2000 ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതെടുത്തിട്ട് വന്നു എന്നും പറഞ്ഞ് ബില്ലിട്ട് കൊടുത്തു. എല്ലാ റെക്കോർഡും മാറ്റി പറയിക്കാൻ ഞാൻ പറഞ്ഞു സെയിം അതുപോലെ ഇരിക്കണേ. പക്ഷേ ഇതാന്നേ ഇതിന് എത്ര റേറ്റ്? ഇത് 1599 രൂപയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ദൈവമേ, അവർ പറയാ ആദ്യം എടുത്തവരൊക്കെ. പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ ശരിക്കും നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഗ്രാൻഡാട്ടോ, സൂപ്പർ ഹിറ്റാണ്. അല്ലേ നാളെ ഷൂട്ടിങ്ങിന് അടിപൊളിയല്ലേ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഹലോ, പുതിയ കെട്ട് നിങ്ങളെല്ലാവരും ചോദിച്ചു വന്നാട്ടോ. ഒന്ന് തോന്നരുത്, ഇപ്പോഴാണ് കിട്ടിയത്. ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ ആദ്യം ഇറക്കിയായിരുന്നു. എല്ലാം പെട്ടെന്ന് നിമിഷം കൊണ്ട് വിറ്റ് തീർന്നു. 1299 കേട്ടോ. ഒരു മെറ്റീരിയൽ നോക്കി, മൽച്ചന്തേരി തന്നെയാണ്, മൽക്കോട്ടൺ തന്നെയാണ്. പക്ഷെ ഒരു ടിഷ്യൂ ഇതുകൂടി ഉണ്ട് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒറിജിനൽ എനിക്ക് ഈ 12,000 ഒരു സാരി ബൈ ചാൻസിൽ എടുക്കണമെന്ന്. ഞാൻ അത്രയും വിലയുടെ എടുക്കാനും ഉദ്ദേശിച്ചല്ല. അതിലെന്തോ ഇവിടുന്ന് എന്തോ പറ്റി നമ്മുടെ കട പണ്ട് ഈ കടയുടെ ഉദ്ഘാടനത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ തന്നെ അതങ്ങ് എടുത്തു. എന്തോ പറ്റുമോ, എന്തോ വീഴും, ഓയിൽ എന്തോ പറ്റി, അങ്ങനെ എന്തോ ട്രബിൾ പറ്റി. അപ്പോൾ ഞാൻ ഓർക്കും ആ സാരി ഞാൻ 1 or 2 കൊടുത്തിട്ട് അടങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ടിഷ്യൂ കാഞ്ചീപുരം ഇല്ലേ. അപ്പോൾ ഞാൻ ഈ സ്റ്റഫ് കണ്ടപ്പോൾ ഓർക്കും അതുപോലെയൊക്കെ ഇരിക്കും. നമുക്ക് മെറൂണോ അല്ലെങ്കിൽ ഏത് കളർ മദ്രാസ് ചെക്കോ അല്ലെങ്കിൽ ഏത് കളർ ബ്ലൗസും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കിടാം. അടിപൊളിയാട്ടോ. കനം പറഞ്ഞ സംഭവമില്ല. 1299. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ചു. ഓണത്തിൻ്റെ ഒരു സാരിയുടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സിൽക്കിലാണ്. ഓണപ്പൂക്കളമൊക്കെ ഉണ്ട്. സൂര്യകാന്തി വലിയ ഫേമസ് ആണല്ലോ. ബ്ലൗസ് പീസ് വന്നത് 799 ഉള്ളൂ. നല്ല സിൽക്ക് മെറ്റീരിയലിൽ ബെൻസർ ബോർഡറൊക്കെ ആയിട്ട് വേണമെങ്കിൽ പച്ച ബ്ലൗസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഈ പൂക്കൾക്കൊക്കെ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് കഥകളി പൂക്കളല്ല, ഇതിൻ്റെ ബ്ലൗസ് വന്നത് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലുമൊക്കെ കളർ ഉണ്ടെങ്കിൽ ഇത് 2 ഉള്ളൂ അല്ലേ. ഈ 2 ഉള്ളൂ കേട്ടോ. ഇതുകൂടെ ഓണത്തിൽ പെട്ടതാട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കാം. അടിപൊളി ഒരു സാരി കേട്ടോ. ഈ ഇങ്ങനെ വർക്കുള്ള ഒരു സൂപ്പർ സാരി കേട്ടോ. ഉള്ളപ്പടിയും ബനാറസിൻ്റെ ഇതാണ് മെറ്റീരിയൽ. ബനാറസ് വീവിങ്ങും ഉണ്ട്. നല്ലൊരു ഭയങ്കര വിലയൊക്കെ തോന്നിക്കും. ഭയങ്കര ഗ്രാൻഡാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നത് സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ. ബ്ലൗസ് കണ്ണി മെറ്റീരിയലാണോ? ആ സെയിം മെറ്റീരിയലാട്ടോ. വലിയ റേറ്റ് ഇല്ലെന്നോ. റേറ്റ് 1199 ഉള്ളൂ കേട്ടോ. നല്ല സാരി. ഈ പിള്ളേർക്കും ഈ കല്യാണ ബ്രൈഡ്സ് മെയ്ഡിനൊക്കെ നല്ലതാണ്. സൂപ്പർ ഹിറ്റാണ്. ഫങ്ഷനൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ പോകുമ്പോൾ അന്നേരമൊക്കെ വില കുറഞ്ഞായിരുന്നു. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൊടുക്കുള്ളൂ. അന്നേരം ഇതിലിവിടെയും വർക്കുണ്ട് കേട്ടോ. കൈയുടെ അറ്റത്ത് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് തപ്പിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഹോസ്റ്റലിലെ പിള്ളേരാന്ന് തോന്നുന്നത് ഏറ്റവും പിശക്കര. കിട്ടണ പൈസയും കൊണ്ട് തിന്നും ഇതൊക്കെ ചെയ്യണ്ടേ. അടിപൊളി സാരി, സൂപ്പർ. 1199 ഇത് ഗ്രാൻഡാട്ടോ. ഇതൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. എല്ലാം സാമ്പിൾ പീസുകളാണ്. പെട്ടെന്ന് എടുത്തപ്പോൾ ഫങ്ഷൻ വെയറിൻ്റെ കാലമല്ലേ, റിസപ്ഷനൊക്കെ കൊടുക്കാൻ ഭയങ്കര നല്ലതാണ്.
ഇതിപ്പോൾ ഇത് ഹാഫ് സാരി ആക്കാം, സ്കേർട്ട് ഹാഫ് സാരി ആക്കിയിട്ടൊരു ബ്ലൗസ് ഇട്ടാൽ മതി. അതിൻ്റെ ഇതാണ് ഏറ്റവും രസം കേട്ടോ. ഒരു സ്റ്റോണേ, ഈ സ്റ്റോൺ ഭയങ്കര രസമായിട്ടായിരിക്കണം. പയ്യെ എടുത്ത് വെച്ചോട്ടെ, ഇത് മടക്കുകൊണ്ട്. ക്രീം കളർ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. എല്ലാം ഓണത്തിൻ്റെ ആട്ടോ. അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇതിൻ്റെ ഇച്ചിരി ഡിസൈൻ വ്യത്യാസം, മൊഡാല് സെമി മൊഡാല് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒറിജിനൽ മൊഡാല് പോലെ ഇരിക്കേ, പിടിക്കുമ്പോഴൊക്കെ അങ്ങനെയാട്ടോ. നിറച്ച് മിറർ വർക്കും ഉണ്ട്. റേറ്റ് എത്രയാണ്? 1299 ഉള്ളൂ കേട്ടോ. റേറ്റ് ഒക്കെ സെയിം പോലെ. ബ്ലൗസ് പീസ് വന്നത് എന്താണെന്ന് അറിയാൻ പോകും. ആ, ഈ പ്രിൻ്റ് ആട്ടോ, അജ്രക് പ്രിൻ്റ് ആണ് ബ്ലൗസ് പീസ് തന്നെ. 1299 സൂപ്പർ ഹിറ്റ് ആട്ടോ. ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. കഴിഞ്ഞ തവണ ഭയങ്കര എൻക്വയറി ആയിരുന്നു, പിന്നെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇപ്പം 5-6 മാസമായി. ബ്ലൗസ് പീസ് വന്നത് ഈ അജ്രക് പ്രിൻ്റ് 1299. ഈ പിള്ളേർക്കും ഒക്കെ കൊടുക്കാൻ എല്ലാവർക്കും നല്ല അടിപൊളി കളർ ചാർട്ടും. ബ്ലൗസ് പീസ് വന്നത് അജ്രക് പ്രിൻ്റ്. ഇത് പല്ലുമല്ലേ? എവിടെ പോയി ബ്ലൗസ് പീസ്? ഇത് ചുമ്മാ മൊത്തം എടുത്തോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു. പെട്ടെന്ന് എടുത്തു. ഇനിയുണ്ട് കളേഴ്സ്. അജ്രക് പ്രിൻ്റ് ആണ് ബ്ലൗസ് പീസ് വന്നത്. നല്ല അടിപൊളി കളേഴ്സാ. അയ്യോ, എന്നാ പേപ്പർ അതിൻ്റെ കൂടെ. ഇനിയുണ്ടോ കളറാ? എൻ്റെ പെണ്ണ് ഇഷ്ടം പോലെ കളേഴ്സാ. പെട്ടെന്ന് എടുക്കുക. ബ്ലൗസ് വന്നത് ഈ അജ്രക് പ്രിൻ്റ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്താലേ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോളിലേക്ക്. കോട്ടൻ്റെ ക്രോഷ്യോ സാരി വന്നിട്ടുണ്ട് കേട്ടോ. വിശദീകരിക്കണ്ടല്ലോ. ക്രോഷ്യോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ്. അപ്പർ ലേസ് വർക്ക് ഉണ്ട്, ഇപ്പർ ലേസ് വർക്കുണ്ട്. ലേസ് വർക്കല്ല, ക്രോഷ്യോ വർക്ക്. സാരി ഫുള്ള് ബ്ലൗസിൻ്റെ അരികത്തും ആ ക്രോഷ്യോയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്തോരം നേരെ ഇരുന്നാട്ടോ ഈ വർക്ക് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾക്കറിയാം, പണ്ട് ഹോം സയൻസിനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇതെങ്ങനെ ഈ 1299 തന്നെയല്ലേ? 1299 വിൽക്കാൻ നമുക്ക് എത്ര കൈമറിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ ചെയ്ത മനുഷ്യർക്ക് വല്ലതും കിട്ടണ്ടോ എന്ന് ഞാനൊക്കെ ഓർക്കും. ഇങ്ങനെ ഡൈ ചെയ്ത് തുണിയെടുത്ത് ഇങ്ങനെയൊക്കെ അത് നിങ്ങൾ എത്ര ഞാൻ ഓർക്കും. ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൻ പുറത്തെല്ലാം കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞൊക്കെ ആയിരിക്കും. നല്ല രസത്തിലായിരിക്കും അവർ ചെയ്യണേ. എങ്ങനെ അവർക്ക് എന്താ കിട്ടണമെന്ന് അറിയാൻ പാടില്ല. ഗ്രാമീണ മേഖലയിൽ ചെയ്യണതാണ്. 1299 ഉള്ളൂ. ശരിക്കും ഇത് മുതൽക്കൂട്ടാട്ടോ. കോട്ടൺ ആട്ടോ. കോട്ടയല്ല, കോട്ടനാണ്. കഴിഞ്ഞ ആഴ്ച അല്ലോ അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച കോട്ട കാണിച്ചതല്ലോ. 1299 ഉള്ളൂ. അടിപൊളിയാട്ടോ. സൂപ്പർ ഹിറ്റ് സാരിയാണ്. നമ്മളെനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സാരി കച്ചവടം ചെയ്യുന്നത് ഇതാന്ന് എനിക്ക് തോന്നണേ. ഈ ആഞ്ഞിലിക്കവള തൊണ്ട് വിളിക്കുമ്പോൾ അല്ല ഇങ്ങനെയല്ലേ ആഞ്ഞിലിക്കവള തൊണ്ട് വിളിക്കുമ്പോൾ. ഇപ്പം ആഞ്ഞിലിക്കവള തിന്നാന്ന് അതിൻ്റെ സമയം കഴിഞ്ഞില്ലേ? ഇത്ര കാലം ഞാനൊക്കെ തിന്നിട്ട് ആഞ്ഞിലിക്ക് അങ്ങ് ആര് പറിച്ചു തരാനാണ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഓണം അടുത്തൂല്ലേ? ശരിക്കും ഓണവും ക്രിസ്മസ് ഈസ്റ്ററൊക്കെ ഓടി വരുക അല്ലേ? നമുക്കിടെ ഭൂമിയിലുള്ള ദിവസവും തീർന്നുകൊണ്ടിരിക്കുക. തിരിച്ചു പോകാറൊക്കെ ഇങ്ങനെ സമയങ്ങളെടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഈ 12,000 ദിവസം 13,000 ദിവസമൊക്കെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്
ഇത് 3650 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമല്ലേ. അപ്പം ഓർത്തേക്ക. അപ്പോൾ 40 വർഷത്തിൻ്റെ കാര്യമായിട്ടാ ഞാനീ പറയട്ടെ. അപ്പോൾ അത്രയും ദിവസം ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാ ദിവസം ഉണ്ടല്ലേ, ദിവസം ഓടുമല്ലേ. യേശുപ്പ സ്തോത്രം. പൂർണ്ണ ആരോഗ്യത്തിലും ദീർഘായുസോടും കൂടി എൻ്റെ അപ്പ ഭൂമിയെ ജീവിച്ച് യേശുപ്പനെ വെളിപ്പെടുത്തുന്നവളായി നിത്യജീവൻ്റെ ഉടമയാകട്ടെ. പിന്നെ ഓണം ഞങ്ങൾ നേരത്തെ ആഘോഷിക്കുക 16-ാം തീയതി. കുഞ്ഞു ഓണത്തിൻ്റെ അന്നൊക്കെ കുഞ്ഞുവിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര ഓണസദ്യയും അവരുടെ സൺസ്റ്റാറും ഫോർട്ട് യാർഡും ആ 2 വലിയ ഇതല്ലേ അവിടെ അപ്പടിയും ഭയങ്കര ഓണത്തിൻ്റെ പരിപാടി അവർക്ക് എല്ലാ വർഷവും. അപ്പോൾ അവരൊക്കെ അവിടെ ആയിരിക്കും. ഉണ്ണിക്കുട്ടനൊക്കെ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യും. ഉണ്ണിക്കുട്ടന് സ്റ്റാഫാന്നോർത്ത് ഇതുകൂട്ടൊക്കെ കിട്ടാറുണ്ട്. ടിപ്പ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാ. ഓടിപ്പിടിച്ചിങ്ങനെ ഇതൊക്കെ ചെയ്യാനൊക്കെ അവന് വലിയ ഇഷ്ടം, അങ്ങനെയൊക്കെ സഹായിക്കുന്നത്. അവനിവിടെ ഇല്ല. ഓണത്തിൻ്റെ അന്ന് ഏതാണ്ട വരുള്ളൂ, പിറ്റേ ദിവസം ഏതാണ്ട വരുള്ളൂ. ആശാൻ ബോംബെക്കോ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഇങ്ങനെ എന്തോ ഉദ്ഘാടനത്തിന് പോവുക. അങ്ങനെ ഞങ്ങൾ നേരത്തെ ആഘോഷിക്കുക. കടയിൽ 17-ാം തീയതി ആഘോഷിക്കും എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ കടയിലത്തെ കാര്യം എല്ലാവരും കൂടെ എന്താ പറയണതെന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ 16-ാം തീയതി അപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കുക. ദൈവമേ കുഞ്ഞു പുറത്ത് അങ്ങനെ ചില അറിഞ്ഞൂടാ. ആ കുഞ്ഞു ആട്ടോ ഈ ആഘോഷത്തിൻ്റെ ആൾ. കുഞ്ഞു വന്നേ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ എൻ്റെ ആഗ്രഹമായിരുന്നു എപ്പോഴും. ആഘോഷങ്ങൾ കൃത്യ ശമ്പരാൻ അതിന് പറ്റിയ ആളെ കൊണ്ട് തന്നു കേട്ടോ. എന്തും കുഞ്ഞുവിന് ആഘോഷമാണ്. നമ്മളിപ്പോൾ ഇതേ അവിടെ ഒരു അടുത്ത വർഷത്തേക്ക് ബർത്ത്ഡേക്ക് ഉള്ള ഡ്രസ്സ് വേണമെങ്കിൽ കുഞ്ഞു ഈ വർഷം എടുത്തു വയ്ക്കും. അതിന് മാല കമ്മൽ, എന്നിട്ട് അന്നേരത്തെ ഫുഡ്, ഇതാണ് പിന്നെ ചിന്ത കുഞ്ഞുവിന്. ഞാനിപ്പോൾ എങ്ങനെ എനിക്ക് പണ്ട് ഇത് തന്നെയായിരുന്നു ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല. ആഘോഷിക്കണ എല്ലാം കുഞ്ഞു ആലോചിച്ചോളും. അങ്ങനെ യേശമ്പരാൻ നമ്മുടെ ഹൃദയം അറിഞ്ഞ് എനിക്കൊരു പെങ്കൊച്ചിനെ കൊണ്ടു തന്നു. ഇനി അടുത്ത പെങ്കൊച്ച് യേശമ്പരാൻ തന്നെ ഹൃദയം അറിഞ്ഞ് നല്ല പെങ്കൊച്ചിനെ കൊണ്ടു തരട്ടെ. എല്ലാം കല്യാണം ഒക്കെ എൻ്റെ അപ്പക്കൂട്ടൻ്റെ ഒക്കെ എൻ്റെ യേശപ്പ ഞാൻ ഓരോ കല്യാണം ആലോചന വരുമ്പോൾ പറയും, ചോദിക്കും യേശപ്പന് ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ, എൻ്റെ അപ്പൂന് പറ്റുമോ, എൻ്റെ അപ്പ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ പറ്റിയതായിരിക്കണേ, 2 പേർക്കും ഒന്നിച്ച് പോയാലല്ലേ അനുഗ്രഹിക്കപ്പെട്ട തലമുറേനെ തന്നെ കൊച്ചായിരിക്കണേ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കില്ലേ. ഞാനിങ്ങനെ കുഞ്ഞുവിനെ കൈപിടിച്ച് കയറ്റിയപ്പോൾ പ്രാർത്ഥിച്ചു. കുഞ്ഞു പറഞ്ഞാൽ അത് കാരണം പിറ്റേ വർഷം പൗലോനുണ്ടായി. അടിച്ചു പൊളിച്ചില്ല, ടൂറ് പോയില്ല, കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോയില്ല, മൊത്തം പ്രശ്നമായിരുന്നു. തലമുറയൊക്കെ വലിയ സ്വപ്നമല്ലേ. ഒരു 3-4 പിള്ളേർ പേരക്കിടാങ്ങളെയൊക്കെ പിടിച്ച് എനിക്കൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. യേശപ്പരാൻ സാധിച്ചു തരും കേട്ടോ. യേശുക്രിസ്തു സകലത്തിനും മതിയായത്. പിന്നെ സ്വർണ്ണക്കട സ്കീം കൂർന്നാലും മറക്കരുത്. എൻ്റെ വള, എൻ്റെ കമ്മല്, എൻ്റെ സ്വർണം, സ്ത്രീകളുടെ സ്വത്ത് സ്വർണ്ണമാണ്. സ്വർണം വേണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഇതെല്ലാം പറയും. ഞാൻ പണ്ട് നമുക്ക് ബാങ്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഒത്തിരി സ്വർണം ഇങ്ങനെ പണയം വെച്ചിട്ട് എടുക്കൂല, ഒത്തിരി സ്വർണ്ണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാമായിരുന്നു, ഇത് വേണോ അത് വേണം. അയ്യേ അതൊക്കെ എന്നാ ഭാഷ പൊട്ട, എനിക്കൊക്കെ വേണ്ട. ബോധമില്ലായിരുന്നു. കുറേ സ്വർണ്ണം അങ്ങ് എടുത്ത് വെക്കായിരുന്നു. ഇപ്പം ഇങ്ങനെ കയറുമെന്ന് ഓർത്തില്ലല്ലോ. അത് മാറി വേണമെങ്കിൽ കൊണ്ടുപോയി എടുത്താൽ എനിക്ക് പുതിയ ആഭരണങ്ങൾ. അന്നേരം ഒന്നും കമ്പയില്ല അതിനോട്. ഇപ്പം ഞാൻ ഓർക്കും, ദൈവമേ എല്ലാവരും ഇങ്ങനെ പറയും, എന്തൊരു കഷ്ടമായിപ്പോയി. ആ സ്വർണ്ണങ്ങളൊക്കെ കുറേ സ്റ്റോക്ക് അടിച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചിന്തിക്കും. യേശുമ്പരാൻ പിന്നെ അതിനെപ്പറ്റി അമിതമായിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാണ്ട് യേശുമ്പരാൻ കൃത്യസമയത്ത് സ്വർണ്ണക്കട സർവശക്തനെ എത്ര സ്തുതിച്ച് ആരാധിച്ചാലും മതിയാവില്ല. നമ്മൾ ചിന്തിക്കണേക്കാളും നനയ്ക്കണേക്കാളും മനോഹരമായിട്ട് യേശുമ്പരാൻ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ എന്നാ അപ്പം സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത്. ഇപ്പം ഒത്തിരി പേര് ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം കിട്ടാണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കൂർന്നുണ്ട് കേട്ടോ. യേശുവിൻ്റെ കൃപയെ പെട്ടെന്ന് 1000 പേരാകട്ടെ. എനിക്കതാണ് 1000 പേര് ഉടനെ ആകണം. ഈ വർഷം 1000 പേരെങ്കിലും ചേരണം. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.